കാറ്റും മഴയും മഞ്ഞും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു അടിപൊളി ട്രക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കണ്ണൂരിലെ പൈതൽ മല നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. കണ്ണൂരിൻ്റെ കൊടക് അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ മൂന്നാർ എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. എല്ലാവരും മഴക്കാലത്താണ് അധികമായിട്ടും വരുന്നത്, അല്ലാത്ത സമയത്ത് പോകുന്നുണ്ട്. അപ്പോൾ മഴക്കാലമാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങളിപ്പോൾ വണ്ടി ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടിക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർ ഇറങ്ങിയിട്ട് കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് KSRTC ബസ് ഉണ്ട്. ഈ ഒരു KSRTC ബസ് രാവിലെ 7 മണിക്കാട്ടോ വരുന്നത്. അപ്പം രാവിലെ ട്രക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞങ്ങൾ എത്തിയപ്പം ഒരു 9 മണിയൊക്കെ ആയി. കാരണം രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക, അത്ര ക്ഷീണമൊന്നും തോന്നത്തില്ല. പിന്നെ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ ആകുമ്പം കുറച്ചൊരു ഇരുളിമൊക്കെ ഉണ്ട്, അതായത് ഇരുണ്ടൊരു ക്ലൈമറ്റൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടി ഡാർക്കാവും. അപ്പോൾ രാവിലെ പോയി ഉച്ചയാണെങ്കിൽ നമുക്കങ്ങനെ വെയിലൊന്നുമില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ ആ ഒരു ഉച്ചയായതുകൊണ്ട് വെയിലുണ്ടാവുമോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. പിന്നെ മൺസൂൺ സീസൺ അല്ലെങ്കിൽ റെയിനി സീസണിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മസ്റ്റായിട്ടും കുട പിടിച്ച് നടക്കാൻ നോക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതത്ര എളുപ്പമല്ല, നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് പിടിച്ച് ട്രക്ക് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ റെയിൻകോട്ട് തന്നെ ഇടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ അട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാടിൻ്റെ ഇടയിലൂടെയാണല്ലോ പോകുന്നത്, നമ്മൾ അറിയത്തില്ല എപ്പോഴാണ് കയറുന്നതെന്നൊക്കെ. അപ്പോൾ ഞാനവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഷോർട്സൊക്കെ ഇട്ട് വന്ന അധികം പേരുടെ കാലിലും അത് കയറിയിട്ടുണ്ട്. ഞാൻ ഫുൾ പാൻറ്റാണ് ഇട്ടത്, അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായില്ല, കയറിയൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓൾസോ സ്ലിപ്പേഴ്സ് ഇടാതിരിക്കാൻ നോക്കുക, കാരണം അവിടെ നല്ല പാറക്കല്ല് പോലത്തെ കല്ലുകളൊക്കെ ഉണ്ട്. പിന്നെ മഴയും കൂടിയാണെങ്കിൽ നല്ല പോലെ നമുക്കറിയാം തെന്നലൊക്കെ ഉണ്ടാവും. ഓൾസോ അത്ര പ്ലെയിൻ സർഫേസ് അല്ല, അതുകൊണ്ട് തന്നെ സ്ലിപ്പേഴ്സ് ഇടാതെ ഷൂസ് ഇടാൻ നോക്കുക. പിന്നെ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് അങ്ങനെ അലൗഡ് അല്ല, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അലൗഡ് ആണ്. ഓൾസോ ഫുഡും അലൗഡ് അല്ല. അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നമുക്ക് ഫുഡൊക്കെ നമുക്ക് അവിടെ വെക്കാം, തിരിച്ചു വരുമ്പം എടുക്കാം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് നിങ്ങൾ വെള്ളം കുടിക്കാൻ മസ്റ്റായിട്ടും എടുക്കണം, എന്തായാലും നമ്മൾ എക്സോസ്റ്റഡ് ആവും. അപ്പം വെള്ളം കുടിച്ചാൽ അത് അവിടെ ഇവിടെയൊന്നും ഇടാതെ തിരിച്ച് കൊണ്ടുവരിക. അപ്പോൾ അതവരെ നോട്ടീസ് ചെയ്യുന്നതായിരിക്കും. ഇത് പോകുന്ന വഴിക്ക് ഗൂഗിൾ മാപ്പ് കാണിച്ചിരുന്നൊരു സ്ഥലമാണ് കൊറാട്ടെ വ്യൂ പോയിന്റ്. വേറെ ആരും ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അതൊരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല, ഷോപ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് കാണാം. ഇവിടെ നിന്നും കുറച്ച് ദൂരം നമുക്ക് പോകാനുണ്ട്. ആക്ച്വലി നിങ്ങളിപ്പം ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റിസോർട്ടിലൊക്കെ സ്റ്റേ ചെയ്യാം കേട്ടോ. അവിടെ അത്യാവശ്യം റിസോർട്ടുകളൊക്കെ ഉണ്ട്, 1-2 റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഞാനവിടെ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ കുറേ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വരുന്നെങ്കിൽ നമ്മൾ പൈതൽ മല ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അടിക്കണം. കാരണം നമുക്ക് ഇത് എൻട്രി പോയിൻ്റ് 2 സൈഡ് ഉണ്ട്. ഒരെണ്ണം കാപ്പിമല സൈഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രക്ക് ചെയ്യാം. അത് കുറച്ചും കൂടി കിലോമീറ്റേഴ്സ് കൂടുതലാണ്. എനിക്കൊന്ന് 5 to 7 കിലോമീറ്റേഴ്സ് ടോട്ടൽ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. അപ്പം ഇത് അത്ര കിലോമീറ്റേഴ്സ് അല്ല, കുറച്ചേ ഉള്ളൂ. നമുക്കങ്ങനെ ശരിക്കും പറഞ്ഞാൽ ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഇതെന്താ എത്താത്തതെന്നൊക്കെ തോന്നും, പക്ഷെ നമുക്കങ്ങനെ അത്ര ക്ഷീണമോ അങ്ങനെ പെയിനൊന്നും വരത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു കാപ്പിമല വഴി പോകുമ്പം അത് വേറെ വ്യൂ ആണ് കാണുക, ഇതും വേറെ വ്യൂ ആണ് കാണുക. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന വ്യൂ അത് ഈ ഒരു സ്ഥലം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ ഇരിട്ടി സൈഡൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് പയ്യാവൂർ സൈഡ് വഴി ഈ പൈതൽ മലയിലേക്ക് എത്താം. എല്ലാവരും കണ്ണൂർ തന്നെ പോകണമെന്നില്ല. ഞാൻ വേറെ ജില്ലകളിൽ നിന്ന് വരുന്നില്ല, കോഴിക്കോട്, വയനാട് ആ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കണ്ണൂർ ഇറങ്ങാമെന്ന് പറഞ്ഞത്. അവർക്ക് കുറച്ചും കൂടി എളുപ്പം അതായിരിക്കും, കാരണം ഡയറക്റ്റ് KSRTC ബസ് ഉള്ളതുകൊണ്ട്. കാസർഗോഡ് നിന്ന് വരുന്നവരാണെങ്കിലും തളിപ്പറമ്പ് വഴി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഇവിടെ നമുക്ക് വണ്ടി ഇങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ പേ ആൻഡ് പാർക്കായിട്ടൊരു ഏരിയ ഒന്നും കണ്ടില്ല. അപ്പം പ്ലാസ്റ്റിക് നിരോധിത ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും ഇടാതെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇടുക. അപ്പം ഇവിടെ ഒരു ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഓൾസോ നിങ്ങൾക്കിപ്പം ടോയ്ലറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെറിയൊരു ടോയ്ലറ്റൊക്കെ അവൈലബിൾ ആണ്. ഞാനത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഫുഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് വാങ്ങാനോ കഴിക്കാനോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. രാവിലെ 9 മണിക്കാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം വരുന്നത്. പിന്നെ വൈകുന്നേരം 3 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കത്തില്ല. അപ്പം വന്യമൃഗങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവിടെ ഇവിടെയും ആനപ്പിണ്ടം കണ്ടിട്ടുണ്ട്. അപ്പം ആന വരുന്നൊരു സ്ഥലമായിരിക്കാം, പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ പേടിക്കാനും ഇല്ല. സത്യം പറഞ്ഞൊരു എന്താ പറയുക, ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. മഴക്കാലത്ത് പോയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മഴയൊക്കെ കാരണം എന്താ പറയുക, ഇരുട്ടും കൂടിയാണ്, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ഇടയ്ക്ക് വെള്ളമൊക്കെ ഇങ്ങനെ നിലത്തൂടെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഷൂ ഇട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെരുപ്പാണ് ഇടങ്ങി സത്യം പറഞ്ഞാൽ നമ്മുടെ കാല് നല്ല വേദന എടുക്കും.
ആക്ച്വലി നല്ല മഴയുണ്ട്. വീഡിയോയിൽ മനസ്സിലാവുന്നില്ല, എൻ്റെ ക്യാമറ കണ്ടാൽ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ റെയിൻകോട്ട് മസ്റ്റാണ്. നിങ്ങൾ റെയിൻകോട്ട് ഒരിക്കലും ഒഴിവാക്കരുത്. റെയിൻകോട്ട് തന്നെ ഇടണം. പിന്നെ സ്പെക്സൊക്കെ ഉള്ളവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കാറ്റും ഉണ്ട് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മുടെ സ്പെക്സിലേക്ക് നല്ലപോലെ വെള്ളം അടിക്കും. പക്ഷേ അതിടയ്ക്ക് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, വലിയ ബ്ലർഡ് വിഷൻ അല്ലെങ്കിൽ നമുക്ക് സ്പെക്സ് ഊരിയിട്ടും നടക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലൂടെ നടന്നപ്പോൾ ആലോചിച്ചത്, ആക്ച്വലി കുറേ ഹൊറർ മൂവീസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ല ആംബിയൻസ് ആണ്. ആ ഒരു പ്രതീതിയാണ് ഇതിലൂടെ നടക്കുമ്പോൾ. പക്ഷെ അങ്ങനെ പേടിയൊന്നുമല്ല, ശരിക്കും നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഈ ഒരു സ്ഥലം. ഇതിനെക്കാട്ടും എൻ്റെ ക്യാമറയിൽ പതിഞ്ഞതിനെക്കാട്ടും നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല മൂടിയിരിക്കുന്ന ഒരു കാടിൽ ഇടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് വരിക, പിന്നെ അവിടെ ഇവിടെയായി ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി നല്ല രസമാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ ഒരുമിച്ച് വരുവാണെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്ക് കൂടിയാണിത്. പിന്നെ പറയുകയാണെങ്കിൽ ഏത് പ്രായക്കാർക്കും ട്രെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പൈതൽ മല. ഞാനിവിടെ ചെന്നപ്പം ഒരു 60 വയസ്സിന് മേലെയുള്ളവർ വരെ ഇവിടെ ട്രെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഓൾസോ ചെറിയ കൈക്കുഞ്ഞായിട്ടും വന്നവരുണ്ട്. കൈക്കുഞ്ഞായിട്ട് വരുന്നത് സേഫാണെന്ന് എനിക്കറിയാം. എനിക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ സർഫേസൊക്കെ അത്ര എളുപ്പമല്ല നടക്കാൻ. കാരണം കുറച്ച് കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, കല്ലുകളാണ് ഫുള്ള്. അപ്പം അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. മേ ബി ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളവരായിരിക്കാം. പിന്നെ അങ്ങനെ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. അങ്ങനെ ആർക്കും മരണം വരുന്ന ടൈപ്പ് സ്ഥലങ്ങളൊന്നും അല്ല ഇത്. സേഫാണ് ഈ ഒരു സ്ഥലം. പിന്നെ ഇവിടെ കാണാനുള്ളത് നമുക്ക് പൈതൽമല ടവർ പോയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്. ടവർ പോയിൻ്റ് എത്തിക്കഴിഞ്ഞിട്ടും നമുക്ക് കുറച്ച് നടക്കാനുണ്ട് സൂയിസൈഡ് പോയിൻറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് അങ്ങ് അകലെയുള്ള കൊടക്, അതായത് കൂർഗിലെ വനങ്ങളൊക്കെ കാണാൻ പറ്റും. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടമഞ്ഞ് ഇടയ്ക്ക് വരികയും പോവുകയൊക്കെ ചെയ്യും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല തണുപ്പാണ് ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് സ്വെറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു തണുപ്പാണ്. അപ്പം നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല, അതിന് കുറച്ച് മുന്നേ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്തിലൂടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇതുവരെ കാടിൻ്റെ ഉള്ളിലൂടെ നടന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു സീനറിയാണ് ഞാൻ കണ്ടത്. ഒരു
ഭയങ്കര എന്താ പറയുക ഹെവൻലി ഫീലായിരുന്നു. നമുക്ക് ഒരുമിച്ചത് കാണാം. ഇപ്പോൾ കോടമഞ്ഞ് മൂടിയതുകൊണ്ട് തൊട്ട് മുന്നിലുള്ള സ്ഥലം ഏതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആക്ച്വലി ആ കോടമഞ്ഞ് മൂടിയതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും. നമുക്ക് ഇനിയും കുറച്ചും കൂടി നടക്കാനുണ്ട്. ഇത് കുറച്ച് വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതൊക്കെ ആ വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം തിരിച്ച് വരുന്ന ആൾക്കാരാട്ടോ. നമുക്കിതുപോലെ കുറച്ച് പാറകളൊക്കെ കിടക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ടവർ പോയിന്റിലേക്ക് എത്താനായിട്ടുണ്ട്. ഒരു ചെറിയ ലേക്ക് നമുക്ക് അകലെ കാണാൻ പറ്റും. ഈ ലേക്കിലുള്ള വെള്ളം നല്ല പ്യുവറാണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം നമുക്ക് കുടിക്കാനായിട്ടും അതുപോലെ തന്നെ കാലൊക്കെ കഴുകാനായിട്ട് ഇവർ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മളിപ്പം ടവർ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റാണ്. അപ്പം നല്ലപോലെ കാറ്റ് വീശുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മഴയുണ്ട്. അപ്പം നമ്മൾ മുഖത്തേക്കൊക്കെ ഫുള്ളി വെള്ളം അടിച്ച് എന്താ പറയുക നല്ലപോലെ നനയും. ഈവൻ ദോ നമ്മളിപ്പോൾ റെയിൻകോട്ട് ഇട്ടാലും നല്ലപോലെ നനയും. അപ്പം കുഞ്ഞു കുഞ്ഞു മനുഷ്യന്മാരെ കാണാം. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. ഇനിയുണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ആ കാണുന്നതാണ് ടവർ പോയിന്റ്. ഇത് കഴിഞ്ഞിട്ട് സൂയിസൈഡ് പോയിൻ്റാണ് മെയിൻ ഏരിയ. ഇവിടെ ഞാൻ കുറച്ച് നേരെ ടൈം സ്പെൻഡ് ചെയ്തുള്ളൂ. ഇതും നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. ഈ ടവർ പോയിന്റിൽ നിന്നിട്ട് നമുക്ക് മലകളൊക്കെ ആസ്വദിക്കാം, കോടമഞ്ഞൊക്കെ ആസ്വദിക്കാം. കുറച്ച് നേരം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ സൂയിസൈഡ് പോയിൻ്റ് ആണ്. ഇതാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കേട്ടോ. അപ്പം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മലകളൊക്കെ കാണാം, കോടമഞ്ഞൊക്കെ ആസ്വദിക്കാം. നല്ല കുറച്ചൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെല്ലാം റിപ്ലൈ തരും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.